എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തനി നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ വളരെ മുമ്പ് തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു ഐറ്റമാണ്. എന്താണെന്നോ, സുഖിയൻ. എൻ്റെ വീട്ടിൽ വല്ലപ്പോഴുമൊക്കെ മുമ്പ്, ഇപ്പോഴൊന്നും അല്ല, മുമ്പ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. തനി നാടൻ പലഹാരമല്ലേ സുഖിയൻ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മൂമ്മയ്ക്ക്, ഗ്രാൻഡ് മദർ, അമ്മയുടെ അമ്മയാണ്, ഞങ്ങളുടെ കൂടെ തറവാട്ടിൽ ഉള്ള, ഞങ്ങൾ കൂട്ടുകുടുംബമാണെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇത് മാസത്തിലൊരിക്കലെന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കും വീട്ടിൽ. കാരണം അമ്മൂമ്മയ്ക്ക് അത്ര പ്രിയപ്പെട്ട ഒരു ഇതാണ്. അന്നത്തെ കാലത്ത് ബേക്കറികളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ കുറവല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മേടിച്ചു കൊണ്ടുവന്ന് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലുണ്ടാക്കി തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുത്തശ്ശനാണ് ഈ ചെറുപയറൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. എൻ്റെ ഓർമ്മയിൽ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എൻ്റെ ഓർമ്മയിൽ മുത്തശ്ശൻ ചെറുപയറും ശർക്കരയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇതുണ്ടാക്കുന്ന എനിക്ക് അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി കൂടിയുണ്ട് ഈ ഒരു പലഹാരത്തിനോട്. അതുകൊണ്ട് ഞാനിത് നേരത്തെ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എന്തോ ഇപ്പോഴാണ് അതിൻ്റെ സമയമായതെന്ന് തോന്നുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അതാണ്, സുഖിയനാണ് കാണിക്കാൻ പോകുന്നത്. അതായത് മുത്തശ്ശന് പെൻഷൻ കിട്ടുന്ന സമയത്താണ് മുത്തശ്ശൻ ഇത് മേടിച്ചുകൊണ്ട് വരും. കാരണം എന്ന് വെച്ചാൽ മുത്തശ്ശൻ ഒരു അധ്യാപകനായിരുന്നു, ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ തന്നെ മുത്തശ്ശൻ റിട്ടയർ ചെയ്ത്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ റിട്ടയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പെൻഷൻ കിട്ടുന്ന സമയത്താണ് ഇത് ഈ ചെറുപയറും ശർക്കരയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സുഖിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കും പ്രിയപ്പെട്ട ഒരു വിഭവം തന്നെയാണ്, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് തികച്ചും നാടനായിട്ടുള്ളൊരു വിഭവമാണ്. ഇതുകൊണ്ട് വേറെ ദോഷമൊന്നും ഉണ്ടാവാൻ പോണില്ല. നമ്മൾ കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആകെപ്പാടെ ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലിട്ട് വെച്ചു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കണം. ഇവിടെ ഞാൻ 1 കപ്പ് ചെറുപയറാണല്ലോ എടുത്ത് കുതിർത്താൻ വെച്ചത്. അത് കഴുകി 3-4 വട്ടം കഴുകി നമ്മളുടെ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിച്ച് വറ്റിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തു. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. നമുക്കൊരു 2 വിസിൽ വരുത്തിയാൽ മതി. എന്നിട്ട് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഞാൻ ശർക്കര ഉരുക്കാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം ശർക്കരയുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉരുക്കി അരിച്ചെടുക്കണം. ചിലപ്പോൾ ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കണം. നമ്മൾ പയർ വേവിക്കാൻ വെച്ചത് ഇവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. എന്നിട്ടിതൊന്ന് മാറ്റി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇരുന്നൊന്ന് അതിലെ സ്റ്റീമൊക്കെ പോട്ടെ. എന്നിട്ട് തുറന്നു നോക്കാം. നമ്മുടെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെറുപയർ കൊണ്ട് ബോൾ പോലെ ഉണ്ടാക്കിയിട്ട് അത് സുഖിയനാക്കി ഉണ്ടാക്കണമെങ്കിൽ ഒരു ബാറ്റർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് 1 കപ്പ് മൈദ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടി. അതായത് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിന് നമ്മൾ എടുക്കൂലേ, ആ അരിപ്പൊടി ഒരു 1/4 കപ്പ് ഞാൻ കഷ്ടി എടുക്കുന്നുള്ളൂ. അതും കൂടി എടുക്കും. പിന്നെ ഒരു നുള്ളുപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം.
ഒരു ഇഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ. ഇനി ഈ മാവിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്, ഒരു ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് വേണ്ട, ഒരു നുള്ള് മതി. ഇനി നമുക്ക് ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ ചേർക്കണം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ ഇങ്ങനെ ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. ദോശമാവിൻ്റെ അത്രയും ലൂസാവാൻ പാടില്ല, ഒരു ഇഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ. കണ്ടോ? ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് തുറന്നു നോക്കാം. വെന്തിട്ടുണ്ട്, പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ വറ്റിക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇതിനകത്തുള്ള ജലാംശം മുഴുവൻ വറ്റിക്കണം. ശർക്കരപ്പാനിയുടെ അതിനകത്തുള്ള വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത്, പിന്നെ ചിലർ ഏലക്കാപ്പൊടി ഇടും. ഞാനിവിടെ ജീരകവും ചുക്കും കുറച്ച് ചേർക്കുന്നുള്ളൂ, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഞാനിതിലേക്ക് 3/4 കപ്പോളം ഞാൻ തേങ്ങ ഇവിടെ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏലക്കായ് പൊടിക്ക് പകരം ഞാൻ ചുക്കും ജീരകത്തിൻ്റെ പൊടിയാണ്, അതൊരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നിരത്തി വയ്ക്കാം, എന്നാലേ പെട്ടെന്ന് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടേ നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈപൊള്ളി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരന്നൊരു സ്റ്റീൽ പ്ലേറ്റിലേക്കാണ് ഞാനിത് നിരത്തി വയ്ക്കുന്നത്. കണ്ടോ, ഇവിടെ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ആവശ്യത്തിന് വലിപ്പത്തിൽ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ചൂടൊക്കെ നല്ലപോലെ ആറിയിട്ടുണ്ട്. ഒരുവിധം വലിപ്പത്തിൽ, പക്ഷേ ഒരുപാട് വലിപ്പം വേണ്ട, ഒരു മീഡിയം സൈസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. കണ്ട, എല്ലാം ഞാൻ ഉരുട്ടി ബോൾ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അധികം വലിപ്പമല്ല, എന്നാൽ തീരെ ചെറുതുമല്ല. ഇനി നമുക്കിത് നമ്മളുടെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. 1 കപ്പ് ചെറുപയറാണല്ലോ എടുത്തിരുന്നത്, അതുകൊണ്ട് ഇത്രയും ബോൾസ് ഉണ്ടാക്കാൻ പറ്റി. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ബാച്ചായിട്ട് ഒരു 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാവും. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് നമ്മൾ വേവിച്ചതാണല്ലോ, ചെറുപയറും ശർക്കരയല്ലേ. പിന്നെ പുറമേയുള്ള ആ മാവിൻ്റെ ഇത് മാത്രം വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മുടെ സുഖിയനിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ബാച്ച് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.
അടുത്ത ബാച്ച് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇതേ ലാസ്റ്റ് ബാച്ചാണിത്. അതും ഓൾമോസ്റ്റ് ഞാൻ മറിച്ചിട്ടു, തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കുക്കായി കിട്ടും. എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. ഞാൻ സുഖിയൻ ഉണ്ടാക്കിയത് കണ്ടല്ലോ. ഇതുപോലെ തന്നെയാണോ നിങ്ങളും ഉണ്ടാക്കുന്നത്, അതോ ഇതിലെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടോ? എന്തായാലും ഞാൻ ഈ ഉണ്ടാക്കിയ രീതിയിൽ നല്ല സോഫ്റ്റ്, നല്ല മധുരം, ആവശ്യത്തിന് മധുരമുള്ള, പുറമേ നല്ല സോഫ്റ്റും ക്രിസ്പി, ചെറിയൊരു ക്രിസ്പിയുമായിട്ടുള്ള സുഖിയനാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട. അടുത്ത വിഭവമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.